നിനക്ക് പഠിക്കാനൊന്നുമില്ലേ കൊച്ചെ? 24 മണിക്കൂർ പെൻസിലും പേപ്പറും വെച്ച് പടംവരയോട് പടംവരയാണ്. എന്നെ പാറു ആ പഠിക്കാനുള്ള ബുക്കൊക്കെ ഒന്ന് പൊടി തട്ടിയെങ്കിലും വെക്ക്. മൊത്തം പൂത്ത് കാണും ഇപ്പൊ. ആണോ? ഞാൻ ഇവിടെ നിന്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചോണ്ടിരിക്കുവല്ലായിരുന്നോ? കേട്ടില്ല? ഞാൻ ഒന്നും കേട്ടില്ല. ആ കേക്കൂല. വരവരിപ്പൊ ഒന്നും കേക്കില്ലല്ലോ. അതാണല്ലോ ഇവിടുത്തെ രീതി. ചേച്ചി എവിടെ പോവാന്നയാ? നീ ഇപ്പൊ എന്നെ പറഞ്ഞു വിടാനൊന്നും നോക്കണ്ട പാറുവേ. സൗകര്യമില്ല ഇപ്പൊ തരാൻ. എന്തുവാടെ രാവിലെ തന്നെ പ്രശ്നം? എന്തുവാ? ഞാൻ മര്യാദയ്ക്ക് വരച്ചോണ്ടിരിക്കായിരുന്നു. ചേച്ചി എന്റെ പേപ്പർ തട്ടിപ്പറിച്ചു. ചേച്ചിക്ക് വേറെ ഒരു പണിയും ഇല്ലേ? നന്നായിട്ട് അറിയാലോ സ്വഭാവം. നന്നായിട്ട് അറിയാലോ സ്വഭാവം. ഇനി എന്നെ കുറ്റം പറ. അയ്യോ, നമ്മളൊന്നും പറയില്ലേ. എന്നാ പഠിക്കാൻ വേണ്ട, ഒന്നും ചെയ്യണ്ട. 24 മണിക്കൂർ പടം വരച്ചോണ്ടങ്ങ് നടന്നോ. ആരും കൊച്ചിന്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട കേട്ടോ. എന്തെങ്കിലും പറഞ്ഞു തരാം. ചേട്ടാ നോക്കി, ചേച്ചി പറഞ്ഞാലും കാര്യമുണ്ട്. ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഇതെന്താണ് എപ്പോഴും പടം വരച്ചോണ്ടിരിക്കുന്നേ? നിനക്കൊന്നും പഠിക്കാനില്ലേ? ഞാൻ പഠിക്കുന്നൊക്കെ ഉണ്ട്. അയ്യോ, പഠിച്ചാൽ നിനക്കും ഉള്ളു, അത്രേ ഉള്ളൂ. പിന്നെ ഈ മൂത്തവരെന്തെങ്കിലും പറയുമ്പോഴത്തേക്കും ഇങ്ങനെ തർക്കുത്തരം പറയാണ്ടിരിക്കും. വേറെ ആരോട് പറഞ്ഞാലും പോട്ടെ, ചേച്ചിയോട് പറയാണ്ടിരിക്കും. നീ ഒരു കാര്യം ആലോചിക്കണം, ഈ വീട്ടിൽ നിന്റെ കാര്യം ഏറ്റവും കൂടുതൽ നോക്കുന്നത് ചേച്ചിയാണ്. നിനക്കണ്ടല്ലോ, നിനക്ക് ചെറിയ കുഴപ്പമൊന്നുമല്ല, നിനക്ക് സ്വാതന്ത്ര്യം കൂടുതൽ തന്നതിന്റെ കുഴപ്പമാണ്. സ്വാതന്ത്ര്യം കൂടുതലുള്ളത് ചേച്ചിക്കാ. ഞാൻ പറഞ്ഞ തർക്കുത്തരം പറയില്ലേ നേട്ടല്ല. എന്താണ് മക്കളെ, നിങ്ങൾ കളിച്ച് തിരിച്ചിരിക്കുകയും ചെയ്യും, അതിന്റെ ഇടയ്ക്ക് അടിക്കും കൂടും. ആരാ ഇവിടെ വഴക്കുണ്ടാക്കുന്നേ? അയ്യോ, ആരും ഇവിടെ വഴക്കുണ്ടാക്കാറ്? അതൊരു വർത്താനം ചേച്ചി. ചുമ്മാ എന്നെ കുറ്റം പറയും. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാൻ എന്തെങ്കിലും മിണ്ടിയ പിന്നെ അത് മതിയല്ലോ. ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കാനായിട്ട്. പാറു, എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മൂമ്മ. എല്ലാവർക്കും എളുപ്പം ഞാനാണല്ലോ, അതുകൊണ്ട് എന്നെ ഓരോന്ന് പറയും. പ്രശ്നം ഞാൻ പറയാം അമ്മൂമ്മ. ചേച്ചി വന്നിട്ട് എന്തോ പറഞ്ഞു, പഠിക്ക് എപ്പോഴും പടം വരച്ചോണ്ടിരിക്കല്ലേ എന്ന്. ഇവളെന്തോ തർക്കുത്തരം പറഞ്ഞു. ചേച്ചിക്ക് നേരിട്ട് വിഷമമായി, ചേച്ചി കയറിപ്പോയി. പാറു, കൊറേ ആയിട്ട് ഞാൻ നിന്നെ വെറുതെ വിട്ടേക്കുവാ. ഇനി എന്റെ പഴയ സ്വഭാവം എന്നെ കൊണ്ട് എടുപ്പിക്കരുത് കേട്ടാ. അയ്യോ, നിന്റെ പഴയ സ്വഭാവം പിള്ളേരെ ഇവിടെ എടുക്കാനൊന്നും വേണ്ട. ശങ്കര, നിനക്ക് ഈ പിള്ളേരുടെ സ്വഭാവം അറിയാൻ വയ്യാത്തത് കൊണ്ടാ. ആരെങ്കിലും ഒക്കെ ശ്രദ്ധിക്കാനില്ലെങ്കിലേ ഈ പിള്ളേരുടെ സ്ഥിതി എന്താവും? ശ്രദ്ധിച്ചിട്ട് തന്നെ ഇങ്ങനെ. ഇനിയിപ്പൊ ശ്രദ്ധിക്കാണ്ട് കൊണ്ടിരുന്ന തീർന്ന് പറയണ്ട. പടം വരയ്ക്കുന്നതാണല്ലേ പ്രശ്നം. പാറു, തീർന്നില്ല ഇപ്പോ? കണ്ടല്ലോ, സ്വഭാവം കണ്ടല്ലോ, കാണിച്ചു കണ്ടില്ലേ? പേപ്പർ വലിച്ചു കീറുക, നല്ല സ്വഭാവം മാറൂ. അപ്പോൾ കൊച്ചു കുട്ടിയല്ലേ മക്കളെ. അയ്യോ, കൊച്ചു കുഞ്ഞിന്റെ വായിന്ന് വരുന്ന വാക്കുകൾ കേൾക്കണം. ഇതാണ് പറയണ തല്ലി വളർത്തണമെന്ന് പിള്ളേരെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.